ഐശ്വര്യ മേക്കപ്പ് ചെയ്യാണ് നെക്കിടണം. ഇതൊക്കെ നെക്കിടാൻ പറ്റുന്നില്ലേ? ചുണ്ടില്ലേ? അപ്പൊ ഇരിക്കണ എന്താ? മൂക്കാണോ? അല്ലാഹുവേ കാണിച്ചേരെ താത്ത. നല്ലതായിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഇട്ടെടുക്കാം. നമുക്ക് തുടച്ചാൽ ഇത് വാട്ടർ പ്രൂഫ് അല്ല വാട്ടർ പ്രൂഫ് അല്ല. എനിക്ക് ഇത്ര ചുണ്ടില്ല. ഇത് നോക്ക്. സാരമില്ല, നമുക്ക് ചുണ്ട് ഉണ്ടാക്കാം. ഇത് നോക്ക്. ഐശുട്ടന്നതാ. വെള്ളമുണ്ട്. കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഓക്കെ, നമ്മളിന്നൊരു മിനി വ്ളോഗാണ്. ഫ്രൈഡേ വ്ളോഗ്. ഇന്ന് ഞങ്ങള് പുറത്തു പോവാണ്. ആദ്യം വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഇനി ഇന്നൂസിന് ഒരു ചെറിയ എക്സാം ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇനി പുറത്തേക്ക് പോകും. നമുക്ക് അതിന്റെ വീഡിയോസ് ഒക്കെ കാണാം. ഇന്ന് ഭയങ്കര അടിപൊളി വ്ളോഗായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യാം. ഞങ്ങൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുള്ളത് അടിപൊളിയായിരിക്കും. ഇന്നൂസ് പഠിക്കുകയാണ്. ഇന്നൂസിനെ കാണുന്നില്ല. ഗൈസ്, ഞാനപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഞങ്ങൾ റെഡി ആയിട്ട് വേണം പോവാൻ വേണ്ടിയിട്ട്. ഇവിടെയാണ് റെജി ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ ഓൾറെഡി റെജി ഉണ്ടാവും. ഞാൻ പക്ഷെ പോയി ഞാൻ സ്വസ്ഥമായി കുറച്ച് നേരം ഒന്ന് കിടന്ന് റെഡി ആയിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ. പിന്നൊരു കാര്യം കൂടി, ഇവിടെ റൺവേ ചേഞ്ച് ആയപ്പോൾ കറക്റ്റ് ഫ്ലൈറ്റ് പോണത് കാണാം. ഹലോ, ഇത് ഉമ്മച്ചി ദിത്ത, ബാക്കിൽ കുട്ടിപ്പട്ടാളം, മമ്മു. ഹായ് പറ. ഹായ്. ഒരു ഫ്ലൈങ് കിസ് തന്നെ. ബീച്ചിലാണോ? കൺഫേം ആക്കിയോ? അപ്പൊ നമ്മൾ കുവൈറ്റ് സിറ്റിയിലോട്ട് പോവാണ്. ലാസ്റ്റ് ചിലപ്പോ നമ്മുടെ മീൻ മാർക്കറ്റ് മീൻ വാങ്ങിക്കാൻ പോകുന്നു. നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ ഓണറുടെ കൈ കൊടുക്കാം. അതെ, പറയാനുള്ള ഭയങ്കര വൈബുണ്ട്. ഭയങ്കര ഇലകളൊക്കെ കൊഴിയുമ്പോ വളരെ സ്പ്രിംഗ് ആണ് നമുക്ക്. ഇവിടെ എന്തുണ്ട്? ഇലകളുണ്ട്, ഇലകളും മരങ്ങളും പുഴകളും കാടുകളും അങ്ങനെ എല്ലാതും ഉണ്ട്. റെജി ഞങ്ങളെ മൈൻഡ് വെക്കാണ്ട് പോകുന്നു. ഞങ്ങളിവിടെ ടീമായിട്ട് നടന്നു വരുന്നു. ബീച്ചിൽ വന്ന പെൺകുട്ടികളെ സ്ഥിരം പരിപാടി ഫോട്ടോ എടുക്കൽ. നമസ്കാരമുണ്ട്. ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്നത് ഇന്നു നിക്കി, രണ്ട് പൂഴി കണ്ട് ചെക്കൻ മണ്ണിൽ ഓടി കളിക്കുന്നു. താത്ത പിന്നാലെ പോകുന്നു. ഫോട്ടോഗ്രാഫി സെക്ഷൻ, പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഷെഫ്നാസ്. ഫ്രെയിമിലേക്ക് കടന്നു വരുന്നു. പനകുലുക്കി ഈത്തപ്പഴം വീഴ്ത്താൻ നോക്കുന്ന സ്വന്തം ഐഷോ. അറിഞ്ഞിട്ടൊന്നല്ല അവന്റെ ബ്ലൂപ്പേഴ്സ്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. കാര്യമായി പണി നടന്നുകൊണ്ടിരിക്കുക. This is Aishu made
ഇന്ത്യൻ ക്ലോസറ്റ്. അങ്ങനല്ല ഞാൻ ഇന്ത്യൻ മെയ്ഡ് എന്ന് പറയും. ഇന്ത്യൻ നമുക്കല്ല താത്ത എന്തെങ്കിലും പറയുമ്പോ ഞാൻ പതക്കെടുക്കാം. അതിനൊരു അരപ്പിരി വട്ട്, ഇത് മൊത്തം പോയിരിക്കും. ആകെ ഇച്ചിരി ബുദ്ധിയുള്ളത് എനിക്ക് ഇവിടെ. നമ്മളപ്പോ കടലിലൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ ഒരു മുഖമൊക്കെ ഉണ്ടാക്കി. ആ മുഖം കടല് വന്നെടുത്തുണ്ടോയി. എന്ത് ചെയ്യാനാ, ഭയങ്കര ക്രിയേറ്റീവ്. ഹാർട്ട് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഹാർട്ട് കിട്ടി, കൈ കിട്ടിയപ്പോ തന്നെ വീണ്. ഞാൻ എന്നിട്ട് കൊറേ അരിച്ചിട്ട് ഷെല്ലൊക്കെ എടുക്കാൻ നോക്കിയിട്ട് മൊത്തം മറ്റേ ക്രിസ്റ്റൽ പോലത്തെ കല്ല. ഞങ്ങള് ബീച്ചിൽ നിന്ന് നമ്മള് പോവാണ്. നമ്മളിനി എങ്ങോട്ടാ പോണേന്ന് അറിയില്ല. ഫുഡ് കഴിക്കാൻ പോവാണ്. പസിക്കണം. അപ്പൊ നമ്മള് കടയിൽ തടൊക്കെ അടുത്തേക്ക് പോവാണ്. ഇനി ബീച്ചിരുന്ന് ബൈ ബൈ ബൈ. വന്നു കഴിഞ്ഞാ ഇവിടെ ഇവിടെ ഫ്രഷ് ആവാം നമുക്ക്. എന്നിട്ട് ഇവിടുന്ന് ഫ്രഷ് ആയിട്ട് കുളിച്ചിട്ട് പോവാം. ഗൈസ്, അപ്പൊ നമ്മള് നടന്നോണ്ടിരിക്കാണ്. പുറകിൽ അവർ ആമയെ പോലെ ഇങ്ങനെ നടന്നോണ്ട് വരും. ആമയല്ല, ആമ. എന്താ പറയണ, എനിക്കിപ്പോ അങ്ങനത്തെ അച്ഛനും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. പണ്ട് ഞാൻ എനിക്ക് എക്സ്പേർട്ടാണ്, ഇപ്പൊ ഒന്നിനും പറ്റുന്നില്ല. ഞാൻ വയസ്സായി തുടങ്ങി ഗൈസ്. വയസ്സായി തുടങ്ങി. ആ വഴിയെ തെറ്റിപ്പോയി. മുട്ടത്തോട് ഒരു വരാതെ വയസ്സായി തുടങ്ങി. മുട്ടത്തോട് വരാതെ വയസ്സായി തുടങ്ങിയ കുട്ടിയാണ് ഞാൻ. നീ എന്താ 3ാം ക്ലാസ്സില് 4, 5 നീ എന്നൊക്കെ പറയാൻ ഒച്ചയിട്ടി കൊടുക്കുന്നുണ്ട കൊണ്ടിക്കാത്ത ഐശുവിന്റെ തള്ളുകൾ. ഇതായിരിക്കും മിക്കതും യൂട്യൂബിന്റെ അല്ലാട്ടോ. ഞങ്ങൾ വണ്ടി കണ്ടുപിടിച്ചിട്ടില്ല ഗായ്സ്. ഞങ്ങൾ KFC ആണോ എന്താണോ കഴിക്കാൻ പോണെന്ന് എനിക്കറിയില്ല. ചിലപ്പോ KFC ആയിരിക്കും അല്ലേ, അതല്ല നല്ലത്. നമ്മളതിനു മുമ്പ് സിറ്റിയിലും കൂടിയും പോയായിരുന്നു. കുവൈറ്റ് ടവറിന്റെ ഏരിയയിലേക്കാണ് നമ്മളെങ്ങനെ കുവൈറ്റ് ടവർ എത്തി. ബാക്ക് ക്യാമറ ആക്കി കാണിച്ചു കൊടുക്കാം. ഇച്ചിരി മുകളാ, ഇച്ചിരി കൂടെ. ഞങ്ങള് കുവൈറ്റ് ടവറിന്റെ അവിടെ എത്തി. നമ്മൾ ഈ ഒരു ബോൾസിന്റെ ഏതെങ്കിലും ബോളിന്റെ ഉള്ളിൽ കയറിയാൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ നടക്കുവാണ്. നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാന്. റോക്കറ്റ് പോലെ 1 2 3 1 2 3 go. ഇത് ബാക്കില് ടവർ. റെസ്റ്റിംഗ്. എനിക്ക് കാല് വേദന എടുക്കും. അപ്പൊ ഗൈസ്, നമ്മൾ ബാത്റൂം പോവാൻ നിൽക്കാണ്. ബാത്റൂമിൽ ഇവിടെ ക്യൂ. ഭയങ്കര ക്യൂ ആ. കാണിക്കണ ക്യാമറ തിരിച്ചു കാണിക്കും. ഗൈസ് കണ്ടോ ഗൈസ്, വളരെ വളരെ നിഗൂഢമായ ക്യൂ ആണ്. എന്തിനാ ഒരു ബാത്റൂമിന് ഇത്ര നേരം എടുക്കുന്ന അറിയില്ല നമ്മള്. പക്ഷെ കുവൈറ്റ് സിറ്റിയുടെ അടുത്തൊരു ബാത്റൂം. ആ ഭാഗ്യം നമുക്കപ്പോ ബാത്റൂമിൽ പോണം. പോയി വന്നതിന് പക്ഷെ നമ്മള്
ബ്രേക്കില്ല. മാമൂസ് വീഴൂല വീഴൂല. പറ്റൊക്കെ ചെയ്യും. നീങ്ങളില്ല. ഗൈസ് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ആ സൈക്കിള് ചവിട്ടണം. ഞാനും അതേറ്റാ ഇലക്ട്രിക് ബൈക്ക്. ഗൈസ് ഞാൻ ഓടിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഓടിച്ചു, പിന്നെ വീണു. ഞാൻ ഒരു 2 മിനിറ്റ് 2 സെക്കൻഡ് 3 സെക്കൻഡ് ഓടിച്ചപ്പോ ഞാൻ കലാസ്. ഗൈസ് നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടർ അങ്ങനെ സക്സസ്ഫുള്ളി ഓടിച്ച് നമ്മൾ തിരിച്ച് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലൊക്കെ ഞാൻ ആ ഇലക്ട്രിക് ബൈക്കിനെ പോലെ ലൈക്ക് ഓടിയിട്ട് എന്റെ കാല് വേനെടുക്കും, ഭയങ്കര വേനെടുക്കും. എനിക്ക് എന്തെങ്കിലും കഴിക്കണം. എന്റെ ബാറ്ററി ചാർജ് മൊത്തത്തിൽ ലോ ആയി തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഭയങ്കര ആഗ്രഹം. അതല്ല, ഞാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. എങ്ങനെയുണ്ട് ബൈക്ക്? അടിപൊളി, സൂപ്പർ. ഓക്കെ, ഞാൻ ആക്ഷൻസ് എല്ലാം പറഞ്ഞു. ഓക്കെ, ഒരു പ്രാവശ്യം ഇത് ഓടിച്ചു. ആരവിടെ ഗൈസ്? ഇത് അറബികൾ കണ്ട അറബികൾ ഞങ്ങളെ കുവൈറ്റിന്ന് ഗെറ്റ് ഔട്ട് അടിക്കും. യാ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. പിടിക്കാം. നമ്മളിനി ഫുഡ് കഴിക്കാം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സോ ഗൈസ്, നമുക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നിന്ന് കാണാം. ഇതാണ് മെയിൻ മാർക്കറ്റ്. ഇതാണോ മെയിൻ മാർക്കറ്റ്? അമ്മ ഇതല്ലേ മെയിൻ മാർക്കറ്റ്? അതെ. അപ്പോൾ ഞങ്ങൾ മെയിൻ മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ KFC കഴിക്കാനല്ലേ വന്നേ? ഫോട്ടോഷൂട്ടാണോ? എനിക്കറിയില്ലായിരുന്നു. സോ നൈസ്. ഈ മോളുടെ പേരെന്താ? സൂഖ് ഷർപ്പ്. സൂഖ് ഷർപ്പ്. അപ്പൊ ഗൈസ്, ഏത് പൊട്ടിക്കാൻ? ഇതെന്ത് പെൻഡുലം പോലെ ഉണ്ടല്ലേ? ഓ, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുകയാണ്. യെസ്, ഇവിടെ ഫുഡ് കോർട്ട്. ഇത് പെൻഡിലാണ്. എവിടെ മോളിന്ന് വെള്ളം? ഓക്കെ. എന്തൊക്കെയോ അവരുദ്ദേശിച്ചു, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഹലോ. അപ്പൊ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. ഒരാളുണ്ടല്ലോ ഇവിടെ, ഞാനൊരു വൈഫൈയോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പുറത്തൊരു അറബി പെൺകുട്ടി വൈന്ന് പറഞ്ഞോളൂ, അപ്പോഴേക്കും വൈഫൈ പോലും അവളുടെ അവസ്ഥ ഒരു കടി പോലില്ല. എന്റെ ചെക്കൻ ഭയങ്കര എന്താ പറയാ, ലോയൽ, കൈൻഡ് ആണ്. അല്ല, എന്റെ ചെക്കൻ ഭയങ്കര സഹാനുഭൂതിയുള്ള ആളാണ്. അപ്പൊ ഗൈസ്, ഇന്ന് അത്രേ ഉള്ളൂ. ഞങ്ങളിനി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകും അല്ലേ? യെസ്. അപ്പൊ ചാർജും ഇല്ല ഫോണിൽ, എപ്പോ വേണമെങ്കിലും ഓഫ് ആവും. അപ്പൊ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.